പുതിയൊരു വീഡിയോ ആണ്. നമ്മൾ ഈ ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്ററിൽ എങ്ങനെ മുട്ട വെക്കുക എന്നല്ലേ ഞാൻ കാണിച്ചു തരാം. അത് ആദ്യം നിങ്ങൾക്ക് കൊറിയർ കിട്ടുമ്പോൾ തന്നെ ഈ സൈഡിൽ 4 സൈഡിലുണ്ടാവും ഒരു സ്റ്റിക്കർ. ഇത് കുറച്ച് കുറച്ചതിന് ശേഷം ഇത് ഓപ്പൺ ആക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോഴിമുട്ടതാണ് ഒന്ന്. ഇതിപ്പോൾ 72 വെക്കുന്ന ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്ററാണ്. നമ്മൾ മുട്ട വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഈ പൈപ്പിൻ്റെ തൊട്ടടുത്തുള്ള കള്ളിയിൽ വെക്കുക, അതിൻ്റെ അപ്പുറത്ത് വെക്കരുത്. അതേമാതിരി ലാസ്റ്റും ഈ മോട്ടറിന് അടുത്തുള്ള ഈ കള്ളിയിൽ വെക്കുക. ഇവിടെ ഇങ്ങനെയാണ് മുട്ട വെക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്തെടുക്കണം, ഈ വെള്ളപാത്രത്തിലാണ്, ഈ വെള്ളപാത്രത്തിൽ ഈ ബോൾട്ടിനൊപ്പം വെള്ളം ഒഴിക്കണം. ഈ ബോൾട്ടിനൊപ്പം വെള്ളം കമ്മി വരുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ 2 ദിവസം കൂടുമ്പോൾ ഒഴിച്ചാൽ മതി, ചില സ്ഥലത്ത് 1.5 കൂടുമ്പോൾ ഒഴിക്കണം. ചൂടിനനുസരിച്ചാണ് ഇതിൻ്റെ വെള്ളം പറ്റുക. എന്നിട്ട് നമ്മളിത് ഓണാക്കണം. കാണിച്ചു തരാം. മുട്ട റൊട്ടേഷൻ ചെയ്യുന്നു. ഇത് ഓരോ 2 മണിക്കൂറിലാണ് ഇതേമാതിരി റൊട്ടേഷൻ ആകുക. അത് കഴിഞ്ഞ് തലക്കെത്തിയപ്പോൾ ഇത് അവസാനിച്ചു. ഇനി ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ഇങ്ങോട്ട് തന്നെ വരും. പിന്നെ ഇതാണ് സെൻസർ വയർ. ഇതൊരിക്കലും പുറത്തേക്ക് ആവരുത്, ഇതിനുള്ളിലേക്ക് പോയി കയറി പോകുന്നത് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഇതേമാതിരി ഇത് മൂടി വെച്ചതിന് ശേഷം ഇതാണ് ഓട്ടോമാറ്റിക്കിൻ്റെ സ്വിച്ച്. ഈ ഓട്ടോമാറ്റിക്കിൻ്റെ സ്വിച്ച് നമ്മൾ കോഴിമുട്ട വെക്കുന്ന വെച്ചാൽ 18ാമത്തെ ദിവസം ഇത് ഓഫ് ചെയ്യണം. കാടമുട്ട വെക്കുന്ന വെച്ചാൽ 15ാമത്തെ ദിവസം ഇത് ഓഫ് ചെയ്യണം. താറാമുട്ട വെക്കുന്ന വെച്ചാൽ 25ാമത്തെ ദിവസം ഈ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യുക. പിന്നെ ഇതിൽ നമുക്ക് 72 ഓട്ടോമാറ്റിക്കാണ്. ഇതിൽ നിങ്ങൾക്ക് 10 മുട്ട വേണമെങ്കിൽ 10 വെക്കാം, 20 വേണമെങ്കിൽ 20 വെക്കാം, 50 ആണെങ്കിൽ 50 വെക്കാം, 72 ഉണ്ടെങ്കിൽ 72 ഇതിൽ വെക്കാം. ചില ആൾക്കാർക്ക് സംശയമുണ്ട്, 72ൽ 72 മാത്രമേ പോകുള്ളൂ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് 10 ആണെങ്കിൽ 10 വെക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.